CPM നേതാക്കന്മാർക്ക് ഒരു മന്ത്രിക്കുൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു, പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ആരോപണം. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച 2-3 ദിവസം ഏതായാലും നിങ്ങളാരും അത് ചർച്ച ചെയ്തില്ല. ഗൗരവതരമായ ആരോപണം CPM സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ CPM നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു. അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു. റേപ്പ് കേസിൽ പ്രതിയായ ആൾ അവിടെ ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്കി. ആ MLA മാരുടെ റേപ്പ് കേസിൽ പ്രതിയായ MLA രാജിവെക്കാൻ പറ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് CPM നടത്തുന്നത് MV ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുന്നതിനുമാണ്. പിന്നെ BJP-ക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-ക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ മതി.